Hello, this is my last day in this clinic. I'm officially signing off from my first clinic in Dubai. 30 days I notice period cover ചെയ്തു. So it's gonna be my official last day. Welcome to my vlog. അല്ലെങ്കിലും കുറച്ചധികം വിഷമമുണ്ട് കേട്ടോ. ഞാൻ യു എയിൽ വന്നിട്ടുള്ള എൻ്റെ ആദ്യത്തെ വർക്ക് സ്പേസ്, അതുകൊണ്ട് തന്നെ ഇത് കുറച്ചധികം സ്പെഷ്യലാണ്. എപ്പോഴും ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ ഇതുണ്ടാവും. പിന്നെ പറയാനുള്ളത്, ഇവിടെയുള്ള ഓരോ മുക്കും മൂലയും ഇതും ഈ ഒരു മിറർ സെൽഫി. ഇവിടെ നിന്നായിരുന്നു എൻ്റെ മിക്കവാറും മിറർ സെൽഫീസ് അല്ലെങ്കിൽ ഔട്ട്ഫിറ്റ് വീഡിയോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത്. പിന്നെ പറയാനുള്ളത്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന നമ്മളെ പാൻട്രി. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് റൂം കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ആയിരിക്കും ചിറ്റ് സെഷനിൽ എത്തുക. എന്തെങ്കിലുമൊക്കെ കുറിക്കാനും കിട്ടും. പിന്നെ ഇവിടെ ഈ ഒരു കോർണറിൽ എൻ്റെ ഫോട്ടോ മാത്രമല്ല, ബട്ട് ഞാൻ ഇവരോട് എപ്പോഴും പറയുന്നത് എൻ്റെ ഫോട്ടോ വെക്കണമെന്ന്. പക്ഷേ ഇതുവരെ വെച്ചില്ല, ഇനി വെക്കായിരിക്കും. എന്തിനും ഏതിനും ഞാൻ ഓടിപ്പോകുന്ന എൻ്റെ ട്രീറ്റ്മെൻറ്റ് റൂം ഒഴിവുവേളകൾ ആനന്ദകരമാക്കാൻ ഒന്നെങ്കിലും ജെബി സിസ്റ്ററോ അല്ലെങ്കിൽ ജോമോൾ സിസ്റ്ററോ തേടി പോകലാണ് മെയിൻ പരിപാടി. ഫ്രീ ടൈം കിട്ടുമ്പം ഇവിടെ കൂടി എത്തിയിട്ട് ഇവരോട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ഒന്ന് വെയിറ്റൊക്കെ നോക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. കോളേജിൽ സിങ്കോ പ്രാണി എന്ന് അറിയപ്പെട്ട ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും സിങ്കോ പഠിച്ചിട്ട് ഈ പെട്ടി കിടക്കാനുള്ള ചാൻസും എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്രണ്ട് ഡെസ്ക് ഇവിടെ ആയിരുന്നു ഞങ്ങളെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. കുറച്ച് റെസ്ട്രിക്ഷൻസ് കമ്പനി തരുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നു നിന്നത്. ഒഴിവുവേളകൾ ആനന്ദകരാക്കാൻ എല്ലാവരും കൂടിയിട്ട് ഇവിടെ അങ്ങോട്ട് ഇരിക്കും. അതുകൊണ്ട് ഇവിടുത്തെ ഒരു ഫീല് അത് വേറെ എവിടെയും കിട്ടില്ല എന്ന് തന്നെ പറയാം. ഈ ഒരു കോർണർ അല്ലെങ്കിൽ ഇവിടെ സീറ്റിന് വേണ്ടിയിട്ട് അടി കൂടിയിട്ട് ഇവിടെ വന്നിരിക്കും. അങ്ങനെ എല്ലാം ആയിരുന്നു കേട്ടോ ഈ ഒരു വർക്ക് സ്പേസ്. എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയ ഒരു വർക്ക് സ്പേസും അത്രയും കംഫർട്ടബിൾ ആയ പീപ്പിളും ആയിരുന്നു ഇവിടെ. നമ്മൾ വേറൊരു നാട്ടിൽ വന്നിട്ട് ജോലി നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഇവിടെയുള്ള ഓരോരുത്തരും എനിക്ക് തന്ന ആ ഒരു വാം ഫീലിങ്ങില്ലേ, ആ ഒരു കംഫർട്ട്നെസ്, അത് പറയാതിരിക്കാൻ വയ്യ. ഈ ഒരു വീഡിയോയിൽ എല്ലാവരും വന്നിട്ടില്ലെങ്കിലും ഓരോരുത്തരും അത്രയും സപ്പോർട്ടീവായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുള്ളാണ് അതിന്.